ഗൈസ്, ഇന്ന് മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡാണ്. അപ്പോൾ കുറച്ച് നേരത്തെ ലേറ്റായിട്ടാണ് വന്നത്. ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഓഫീസിലെത്തിയത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയുള്ള ട്രേഡ് കാര്യങ്ങളൊന്നും അപ്ഡേഷൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് മൂവ്മെൻ്റൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ കുറഞ്ഞ മൂവ്മെൻറ്റ്സ് ആണുള്ളത്. നമുക്കിപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, കുറച്ച് ഹിഡൻ ബിഡ് ഓർഡറുകളൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെ വന്നിരുന്നു. അപ്പോൾ എനിക്കതൊക്കെ മിസ്സായി ട്രേഡ് ചെയ്യാനൊക്കെ ആയിട്ട്. ഞാൻ ഇപ്പോൾ വന്ന ശേഷം ഒരു ട്രേഡ് എടുത്തേക്കുന്നത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ഐസ്ബർഗ് ഓർഡർ, പിന്നെ അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ICT ഒക്കെ പഠിച്ചേക്കുന്നവർ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, എന്താ പറയാം, സീപ്പ് ചെയ്തു, ഏഷ്യൻ്റെ സെഷൻ്റെ ലോ സീപ്പ് ചെയ്തു, ഹൈ സീപ്പ് എന്നൊക്കെ പറയും. ഈ സീപ്പ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേഷൻ ഈ ഒരു 104 എന്ന് കാണിക്കുന്നതാണ് സീപ്പ് ഇൻഡിക്കേഷൻ. ഇത് ഒട്ടുമിക്ക സമയങ്ങളിലും ഈ ഒരു സീപ്പ് ഇൻഡിക്കേഷൻ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അൽഗോസിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹണ്ട് ചെയ്യുന്ന സമയത്തും ഇത്തരത്തിലുള്ള സീപ്സ് നടക്കുന്നുണ്ട്. അത് ഏഷ്യൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല ഇത്തരത്തിൽ സീപ്പ് എടുക്കുന്നത്. ഈ ഒരു ഐസ്ബർഗ് വന്നപ്പോഴാണ് എനിക്ക് ഒരു എൻട്രി പോസിബിൾ ആണോ നോക്കി. നമ്മൾ ഐസ്ബർഗ് മാത്രം നോക്കിയിട്ട് നമുക്ക് ബുക്ക് മാപ്പിൽ ഐസ്ബർഗ് മാത്രം നോക്കിയിട്ട് ഒരു ട്രേഡ് പോസിബിൾ അല്ല. കാരണം ബിഗ് പ്ലേയേഴ്സിന് എപ്പോഴും ഒരു സെല്ലിംഗ് പൊസിഷൻ ഉണ്ടെങ്കിൽ അവരെപ്പോഴും മറ്റു സൈഡിലെ കറൻസീസ് കോറിലേറ്റഡ് ആയിട്ടുള്ള കറൻസീസ് ഹെഡ്ജ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ബിഗ് പ്ലെയർ, ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഒരു എക്സ് എന്ന വ്യക്തി ഞാൻ ചെയ്യുന്നു, അതേപോലെ തന്നെ വൈയും, ഞാൻ ബൈ ആണെങ്കിൽ വൈ ചെയ്യുന്നത് സെല്ലായിരിക്കും. അതേപോലെ തന്നെ ബിഗ് പ്ലെയേഴ്സിനും അങ്ങനെ തന്നെയാണ്. നമുക്ക് ബൈയും സെല്ലും എല്ലാ കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഇതിനെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ പ്ലാൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഐസ്ബർഗ് ഓർഡർ മറ്റ് ഡിറ്റക്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രം അതിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇന്നിപ്പോൾ വന്നത്, ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. നമുക്കിവിടെ ഒരു ട്രേഡ് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രേഡ് പ്ലാൻ അനുസരിച്ചിട്ട് അവിടെ വന്നു, ഐസ്ബർഗ് ഓർഡേഴ്സ് കാര്യങ്ങളെല്ലാം വന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവിടെ ഇതാണ്. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ഈ ഒരു സോഫ്റ്റ്വെയറിൽ. നമുക്കിപ്പോൾ കുറച്ച് നേരത്തെ എല്ലാവരും ഭയങ്കര ഹൈയിലേക്ക് പോയപ്പോൾ ഇവിടെ ഒരു ഏകദേശം അതിന് മുമ്പൊക്കെ എന്താ പറയുക 2 ഓർഡേഴ്സ് വീണുണ്ട്. അതുപോലെ 35 ലോട്ടൊക്കെയായിരുന്നു പെൻഡിങ് ഉണ്ടായുള്ളൂ. ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്ക് 67 ലോട്ട് ഫസ്റ്റ് സെൽ എക്സിക്യൂട്ടറായി, അതിൻ്റെ താഴെ ഏകദേശം 56 ലോട്ടും സെൽ എക്സിക്യൂട്ടറായി. അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഡിലേ ആയതുകൊണ്ട് നമ്മൾ നിലവിലിപ്പോൾ ചെറിയൊരു ട്രേഡാണ് എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ 280 USD പ്രോഫിറ്റിലേക്ക് വന്നു. നമ്മൾ ഡേ 2 ആണ് ഇന്നിപ്പോൾ. ഏകദേശം 350 ഒരു 2000 കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഫണ്ടിൻ ടിക്സിൻ്റെ അക്കൗണ്ടാണ്, നമുക്ക് ലൈവ് അക്കൗണ്ടിലേക്ക് ആകാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വേറൊരു സോഫ്റ്റ്വെയർ കൂടി ഉണ്ട് നമുക്ക് ഇവിടെ. നമുക്ക് ഡെൽറ്റ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ കുറച്ച് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന, ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന സോഫ്റ്റ്വെയർ കൂടിയാണിത്. ഇപ്പോൾ നമ്മളെല്ലാവരും ബുക്ക് മാപ്പിനെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അവരുടെ വെബ്സൈറ്റിൽ തന്നെ പോയാൽ നല്ല രീതിയിൽ ബുക്ക് മാപ്പിനെ കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കുറേ പേർക്കൊക്കെ തെറ്റിദ്ധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലേയേഴ്സിനെ കണ്ടിട്ട് അതിൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യാം, അങ്ങനെയല്ല ബുക്ക് മാപ്പ് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റേതായ കുറേ ടെക്നിക്സും കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചില സമയത്തൊക്കെ ട്രാപ്പിലായിപ്പോൾ, ഇപ്പോൾ ഒരു ബിഗ് പ്ലെയറെ കൊണ്ടതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ബയ്യർ വന്നു. നോർമലി ഇത്തരം ബയ്യറുള്ള സ്ഥലത്തേക്ക് താഴത്തേക്ക് പോയതിന് ശേഷം വീണ്ടും ഈ ഒരു ഏരിയയിലേക്കൊക്കെ മാർക്കറ്റ് വരും. അങ്ങനെ കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാത്രം ബുക്ക് മാപ്പിൽ യൂസ് ചെയ്യുക. ബേസിക്സ് ഒക്കെ പഠിക്കാനായിട്ട് ബുക്ക് മാപ്പിൻ്റെ ഒഫീഷ്യൽ പേജ് തന്നെ ധാരാളമാണ്. അവരുടെ വീഡിയോ കണ്ടൻറ്റ് അടിപൊളി കണ്ടൻറ്റാണ്. അത്രയും കാര്യങ്ങളൊക്കെ ശ്രമിക്കുക.